ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരുള്ള ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്കിലാണ്. ഇവിടെ ഒരുപാട് മാനുകളെയൊക്കെ കാണാൻ പറ്റും. ഈ കാടിനകത്ത് കയറിയാൽ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ തോന്നില്ല. കാരണം ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, അത്രയ്ക്കും ഭംഗിയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല സൂകളിൽ ഒന്നാണ് ഈ ഇവിടുത്തെ ബാംഗ്ലൂരത്തെ ഈ സൂ. ഉറപ്പായിട്ടും വന്ന് കാണേണ്ടതാണ്. ഒരുപാട് മൃഗങ്ങൾ നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ മൃഗങ്ങളെ മാത്രമല്ല, നല്ല പ്രകൃതി ഭംഗി കൊണ്ടും ഈ സൂ ശ്രദ്ധേയമാണ്. നമുക്ക് സവാരി സ്വന്തം വണ്ടിയിൽ ചെയ്യാൻ പറ്റൂല. ഇവിടെ നിന്ന് ബസ്സും പിന്നെ ജീപ്പും ഉണ്ട്. അവരെ വണ്ടിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. യാത്രയൊക്കെ നല്ല സുരക്ഷിതമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സൂ ആണ്. പോകുന്ന വഴിയിൽ ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. സിംഹത്തെയും കടുവയും പുലിയൊക്കെ റോഡ് സൈഡിൽ കാണാൻ പറ്റുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. നമുക്കത് എത്രത്തോളം വാസ്തവമാണെന്ന് നമുക്കത് നോക്കാം. ഇവിടെ കമ്പി വെച്ച് എന്തോ മറച്ചിട്ടുണ്ട്. കടുവയാണ് നമുക്ക് കാണാൻ ഇതിൽ പറ്റുന്നത്. കമ്പിവേലിയുടെ അപ്പുറത്ത് ഒരു കടുവയെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് മരങ്ങളും റോഡൊക്കെ നല്ല ഭംഗിയും നല്ല വൃത്തിയുമുള്ള റോഡാണ്. പോകുമ്പോൾ ഇനി എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇത് നല്ല ഒരു മുളങ്കാടാണ്. മുളങ്കാടിന് അങ്ങേയറ്റം നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ സിംഹത്തെ കാണാം. സിംഹമാണത്. അത് പക്ഷേ അങ്ങ് ഉള്ളിലോട്ടായിപ്പോയി. നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് പോകുന്ന വണ്ടികളൊക്കെ കാണാൻ പറ്റും ഇതിൽ. ഈ സൈഡിൽ നോക്കിയാൽ മതി, സിംഹം വെളിയിൽ കിടക്കുന്നത് കാണാം. എനിക്ക് തോന്നുന്നു പ്രായമുള്ള സിംഹമാണ്. എന്തായാലും അവർ പറഞ്ഞ കണക്ക് തന്നെ റോഡ് സൈഡിലാണ് ഈ സിംഹത്തെ കാണാൻ പറ്റുന്നത്. നമുക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഈ ഒരു സൂവിൽ വന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. റോഡ് സൈഡിൽ വണ്ടിയുടെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. നല്ല ഒരു അനുഭവമാണ്. വയസ്സായി കേട്ടോ സിംഹത്തിന്. എന്തായാലും ആ കാഴ്ച ഇഷ്ടപ്പെട്ടു എനിക്ക്. ലൈഫിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. ഒരുപാട് സൂവിൽ വേറെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നേരിട്ട് നിന്ന് കാണുന്നത് ആദ്യമായിട്ടാണ്. അത് വെള്ള പുലിയെയാണ് നമ്മൾ കണ്ടത്. ഇത് കാട്ടാനയാണ്. എനിക്ക് എന്തായാലും ഭാഗ്യമുണ്ട്, നമുക്ക് ഒരുപാട് മൃഗങ്ങളെ നമ്മൾ കണ്ടായിരുന്നു. ഇത് വെള്ളപ്പുലിയാണ്. വെള്ളപ്പുലി വെയിൽ കായാൻ വേണ്ടി കിടക്കുകയാണ്. എന്തായാലും നമ്മൾ പുലിയെ കണ്ട്, കടുവയെ കണ്ട്, സിംഹത്തെ കണ്ട്, ആനയെ കണ്ട്, മാനെ കണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട മൃഗം ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്തായാലും മസ്റ്റ് വാച്ചാണ്. ഒരു സഫാരി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മൃഗങ്ങളെല്ലാം കാണാൻ പറ്റുന്നത് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇത് ലാസ്റ്റ് പോർഷനാണ്. നമ്മൾ അത് കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പോർഷനാണ്. പിന്നെ പുറത്തിറങ്ങിയ പിന്നെ ഒരു ട്രക്കിംഗ് ഉണ്ട്, ചെറിയ ബോട്ടിങ്. ആ ബോട്ടിങ്ങും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ബോട്ടിങ് ഉള്ളത്. അപ്പം എല്ലാം കൊണ്ട് നല്ലൊരു അനുഭവമായിരുന്നു. മസ്റ്റ് വാച്ച്.